തിരുവാതിര പുഴുക്ക് നമുക്ക് വളരെ പെട്ടെന്ന് കുക്കറിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് അതേ രീതി കഷ്ണങ്ങൾ തുറന്ന് വേവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സമയം പിടിക്കും. ഇത് കുക്കറിൽ വളരെ പെട്ടെന്ന് വേവിച്ച് പുഴുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് കാച്ചിൽ, വെട്ടുചേമ്പ്, കൂർക്ക, മധുരക്കിഴങ്ങ്, ചേന, ഏത്തയ്ക്ക, ചെറുചേമ്പ്, മൊത്തം 7 പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത്. ആദ്യം കഷ്ണങ്ങൾ നല്ലോണം വൃത്തിയാക്കി ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. കഷ്ണങ്ങളുടെ വേവ് അനുസരിച്ച് നമുക്ക് 2 ബാച്ചായിട്ട് വേവിച്ചെടുക്കാം. ആദ്യത്തെ ബാച്ചിൽ ചേന, ചെറുചേമ്പ്, വെട്ടുചേമ്പ്, കൂർക്കയുമാണ് ചേർത്തിരിക്കുന്നത്. കഷ്ണങ്ങൾ മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് 3 വിസിൽ വേവിച്ചെടുക്കുക. 2 മുതൽ 3 വിസിൽ വരെ വേവിക്കുക. ഇപ്പം ചില സ്ഥലത്ത് കിട്ടുന്ന ചേന വേവ് കൂടുതലാണെങ്കിൽ ചേന പ്രത്യേകം വേവിക്കുക. ബാക്കിയുള്ള 3 പച്ചക്കറികളും ഒരുമിച്ച് വേവിക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം അതിലുള്ള വെള്ളം ഊറ്റി ആ വെള്ളം തന്നെ അടുത്ത ബാച്ച് വേവിക്കാനായിട്ട് നമുക്ക് എടുക്കാം. അടുത്തതിൽ ഏത്തക്കയും കാച്ചിലും മധുരക്കിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ കാച്ചിൽ ചില സ്ഥലങ്ങളിൽ കിട്ടുന്നതിന് വേവ് കൂടുതലാണെങ്കിൽ അത് മാത്രം പ്രത്യേകിച്ച് വേവിക്കുക. ഈ കഷ്ണങ്ങളും നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അധികം കുഴഞ്ഞും പോയിട്ടില്ല. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇപ്പം വെള്ളം കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർക്കുക. കഷ്ണങ്ങൾ വേവുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് തേങ്ങയും ചെറുജീരകവും പച്ചമുളകും ചുവന്ന മുളകും ചേർത്ത് ചതച്ചെടുത്ത കൂട്ടാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് തേങ്ങയുടെ പച്ചമണം മാറാനായിട്ട് 2-3 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം 2-3 തണ്ട് കരിവേപ്പില ചേർക്കുക. കരിവേപ്പിലയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 3-4 മിനിറ്റ് നല്ലോണം തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് തീ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റ് വെച്ച് അടച്ച് മാറ്റി വയ്ക്കുക. എണ്ണ ഒഴിച്ച ഉടനെ നമ്മളത് യോജിപ്പിക്കേണ്ട. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ നല്ലോണം യോജിപ്പിച്ച് നമുക്കിത് വിളമ്പാവുന്നതാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളായതുകൊണ്ട് ചാറ് ആവശ്യത്തിനനുസരിച്ച് വെച്ചേക്കുക. തണുത്ത് കഴിയുമ്പം നല്ലോണം കുറുകി കിട്ടും. അതുകൊണ്ട് കൂടുതൽ ചാറോടുകൂടെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ല കഞ്ഞിയുടെയും കൂടെയും വിളമ്പാം. തിരുവാതിരയ്ക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഈ പുഴുക്ക് ഈ കുക്കറിൽ ഈ രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക.